Dear students, welcome to our another English class. നമ്മുടെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എ.ജെ. ക്രോണിൻ്റെ ദ സെറാങ് ഓഫ് രണഗാഞ്ചി എന്നുള്ള ചാപ്റ്ററാണ്. രണഗാഞ്ചിയിലെ സെറാങ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുന്നത്തെ ക്ലാസ്സിലും കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ തുടർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം മുതൽ തന്നെ വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവാം. രണഗാഞ്ചി എന്നുള്ള കപ്പൽ യാത്ര തുടങ്ങുന്നത് ലിവർപൂളിൽ നിന്നാണ്. അത് കൽക്കത്തയിലോട്ടാണ് യാത്ര ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഇന്ത്യ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ ഈ കഥയിൽ പറയാൻ ശ്രമിക്കുന്നത് ലിവർപൂളിൽ നിന്ന് കൽക്കത്തയിലോട്ട് ഈ രണഗാഞ്ചി എന്ന് പറയുന്ന കപ്പൽ യാത്ര ചെയ്തപ്പോൾ അതിൽ വലിയൊരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തെ വളരെ ധൈര്യത്തോടും അതുപോലെ തന്നെ വളരെ ശാന്തതയോടും കൂടിയിട്ടാണ് എഴുത്തുകാരനായിട്ടുള്ള ഡോക്ടർ എ.ജെ. ക്രോണിനും അതുപോലെ കഥയിലെ നായകനായിട്ടുള്ള ഹസ്സനും നേരിട്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അത് കഥ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു സ്ത്രീ, ജോസ്മിത്ത് എന്ന് പറയുന്നൊരു സ്ത്രീ തൻ്റെ സുഹൃത്തിനോട് പറയാണ്, അതുപോലത്തെ വിരൂപനായ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ വ്യക്തി ഹസ്സനായിരുന്നു. കപ്പലൊരു സെറാങ്ങാണ്. സെറാങ്ങാന കപ്പലൊരു ജോലിക്കാരനായിരുന്നു ആ വ്യക്തി. അപ്പോൾ ആ സ്ത്രീയുടെ കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തി പറഞ്ഞു, ശരിയാണ്, അതുപോലത്തെ വിരൂപനായ വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ കാണുമ്പോഴാണ് ഡാർവിൻ്റെ സിദ്ധാന്തം ശരിയാണെന്ന് തോന്നുന്ന അദ്ദേഹം അഭിപ്രായം പറയുന്നു. അതുപോലെ അവരുടെ യാത്ര തുടങ്ങുന്നത് വളരെ ശാന്തമായ ഒരു കാലാവസ്ഥയിലാണ് അവർ യാത്ര തുടങ്ങുന്നത്. അതുപോലെ കപ്പലിൽ ഏതെല്ലാം തരം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ അതുപോലെ ഹസ്സനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം തടിച്ചു കുറുകിയ ഒരു വ്യക്തിയാണ്, വിരൂപനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ തലയും ഉടലും തമ്മിൽ ഒരു ചേർച്ച ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം ജോസ്മിത്ത് എന്ന് പറയുന്ന ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പോയിട്ട് പിന്നീട് നമ്മുടെ എ.ജെ. ക്രോണിൻ പറയാണ്, ഞാൻ എൻ്റെ റൂമിൽ പരിശോധനയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഹസ്സൻ 2 ആളെ കൊണ്ടുവരുന്നു. ഞാൻ അവരെ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിലൊക്കെ മുഴകളൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നു. ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് സ്മാൾ പോക്സ് അല്ലെങ്കിൽ ഇവർക്ക് വസൂരിയുടെ രോഗമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. വസൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധി അല്ലെങ്കിൽ പകരുന്നൊരു രോഗമാണ്. സ്വാഭാവികമായിട്ടൊരു കപ്പലൊക്കെ വസൂരി പിടിപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ വളരെ പാടായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ മരണത്തിന് കീഴടങ്ങും. വസൂരി എന്ന് പറയുന്ന രോഗം അങ്ങനത്തെ രോഗമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിനും കൂടെ പറഞ്ഞ പോലെ നിങ്ങളെ വീട്ടിൽ വയസ്സായ ആളുകളൊക്കെ ഉണ്ട്, അവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും എന്താണ് വസൂരി എന്നുള്ളത്. ഇന്നത്തെ COVID-19 രോഗത്തെക്കാളിലും വളരെ മാരകമായ രോഗമായിരുന്നു വസൂരി. ഏതായാലും ഉടനെ തന്നെ ഡോക്ടർ കപ്പലിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഹാമ്പിളിനോട് ഈ വിവരം അറിയിക്കുന്നു. അങ്ങനെ ഹാമ്പിൾ പറയുന്നു, അല്ലെങ്കിൽ കപ്പലിൻ്റെ ക്യാപ്റ്റൻ പറയുന്നു, അതാണ് നമ്മൾ അവസാനമായിട്ട് നമ്മൾ എടുത്തത്. അവിടെ അദ്ദേഹം പറയുന്നത് ഇതാണ്, ഡോക്ടർ, he said, drawing up at last and coming close to me, his words unmistakably grim. Listen, you are in charge of the health of the ship. It is entirely up to you. I can't give you any of my offices. I am overloaded and understaffed. But I am going to give you the Serang. Believe me, he is the finest man I have. You have got to keep this thing from spreading. What's more, don't let a whisper of it get out or we will have a bloody panic. ഇതാണ് അവസാനമായിട്ട് നമ്മൾ എടുത്ത പാരഗ്രാഫ്. അങ്ങനെ ക്യാപ്റ്റനോട് പറയാണ് നമ്മുടെ ഡോക്ടർ എ.ജെ. ക്രോണിൻ, ഇങ്ങനെ കപ്പൽ വസൂരി ഉണ്ട്, പിടിപ്പെട്ടിട്ടുണ്ട്, ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയണേ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂല. കാരണം സ്റ്റാഫിനെ ഒന്നും സഹായിക്കാൻ സാധിക്കില്ല. കാരണം എനിക്കെന്നെ വേണ്ടത്ര സ്റ്റാഫില്ല. അതുപോലെ തന്നെ ഞാനും അമിത ജോലിയായിട്ടാണ് പോകുന്നത്, വേണ്ടത്ര സ്റ്റാഫൊന്നുമില്ല. ഏതായാലും ഞങ്ങൾക്ക് ഒരാളെ തരാം, സെറാങ്ങിനെ തരാമെന്ന് പറഞ്ഞു. സെറാങ് നമ്മളെ ഹസ്സനെ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല ഒരു ഓഫീസറാണ് എന്നുള്ളത് ആര് പറഞ്ഞു? ക്യാപ്റ്റന് എ.ജെ. ക്രോണിനോട് പറയാണ് ചെയ്തത്.
AJ ക്രൗണിനോട് ഡോക്ടർ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ രോഗം പടരാതെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ രോഗത്തെക്കുറിച്ച് കപ്പലിൽ മറ്റുള്ള യാത്രക്കാർ അറിയാതെയും ശ്രദ്ധിക്കണമെന്നുള്ളത്. കാരണം ഈ രോഗം വസൂരി ഉണ്ട് കപ്പലിൽ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരിഭ്രാന്തരാവും. അത് വളരെ വലിയ പ്രശ്നത്തിലോട്ട് നയിക്കും. അപ്പോൾ ക്യാപ്റ്റൻ ഹാമ്പിൾ ഡോക്ടറായിട്ടുള്ള AJ ക്രൗണിനോട് ആവശ്യപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, രോഗം സ്പ്രെഡ് ചെയ്യാതെ നോക്കണം. 2, ഈ വാർത്ത സ്പ്രെഡ് ചെയ്യാതെ നോക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്ത പാരാഗ്രാഫിൽ പറയുന്നത് നോക്കാം. I left the chat room realizing with a weakness in my stomach the desperate responsibility of my position. Here we were in the middle of the Arabian Sea, 1,500 passengers aboard, no means whatever of vaccinating them, and smallpox, the most deadly contagion in the whole dictionary of disease. അങ്ങനെ AJ ക്രൗണിൻ പറയണേ, I left the chat room. ഞാൻ ആ ചാറ്റ് റൂമിൽ നിന്ന് പുറത്തോട്ട് വന്നു. റിയലൈസിങ് വിത്ത് എ വീക്ക്നെസ് ഇൻ മൈ സ്റ്റൊമക്ക്. എൻ്റെ വയറ്റിലൊരു ചെറിയ എന്തൊരു പേടി എനിക്ക് തോന്നി. ഇല്ലേ, നമുക്കിങ്ങനെ തോന്നൂലേ ചിലപ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോൾ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ എന്തോന്ന് തോന്നുന്ന പോലെ തോന്നും. അതുപോലെ നമ്മുടെ AJ ക്രൗണിന് തോന്നി. ദ ഡെസ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ പൊസിഷൻ. അദ്ദേഹത്തിന് അങ്ങനെ ഭയം തോന്നാനുള്ള കാര്യം ഇതൊക്കെ തൻ്റെ ഉത്തരവാദിത്തമാണല്ലോ എന്നുള്ളത്. ഇനി ഈ കപ്പലുള്ള വസൂരി തടഞ്ഞു നിർത്തലും അതിനില്ലാതാക്കലൊക്കെ തൻ്റെ ഉത്തരവാദിത്തമാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഡോക്ടർ AJ ക്രൗണിന് ഭയം തോന്നി. ഹിയർ വി വർ ഇൻ ദ മിഡിൽ ഓഫ് ദ അറേബ്യൻ സീ. ഇപ്പോൾ നമ്മളുള്ളത് അറബിക്കടലിൻ്റെ നടുവിലാണുള്ളത്. 1,500 പാസഞ്ചേഴ്സ് അബോർഡ്. 1,500 യാത്രക്കാരുണ്ട്. നോ മീൻസ് വാട്ട് എവർ ഓഫ് വാക്സിനേറ്റിംഗ് ദം. ഇവർക്ക് വാക്സിൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഈ കപ്പലില്ല. ആൻഡ് സ്മാൾ പോക്സ്, പിടിപെട്ടത് സ്മാൾ പോക്സ് ആണ്, വസൂരിയാണ്. ദ മോസ്റ്റ് ഡെഡ്ലി കണ്ടാജിയൻ ഇൻ ദ വേൾഡ് ഡിക്ഷണറി ഓഫ് ഡിസീസ്. ഈ ലോകത്തുള്ള രോഗങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പകരുന്ന രോഗമായിട്ടാണ് എന്തറിയപ്പെടുന്നത്? വസൂരി എന്ന് പറയുന്ന രോഗം അറിയപ്പെടുന്നത്. ആ വസൂരി എന്ന് പറയുന്ന രോഗമാണ് കപ്പലിൽ പിടിപെട്ടിട്ടുള്ളത്. വേണ്ടത്ര മരുന്നോ കാര്യങ്ങളൊന്നും കപ്പലില്ല. ഇതിനൊക്കെ തടഞ്ഞു നിർത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ആകെയുള്ള ഡോക്ടറായിട്ടുള്ള ഡോക്ടർ AJ ക്രൗണിനാണ്. അദ്ദേഹത്തിനാകെ ഭയം തോന്നി. എന്നിട്ട് പറയുന്നു, ബാക്ക് ഇൻ ദ സർജറി വൺ ഓഫ് ദ ലാസ്കാസ് വാസ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് വയലന്റ് വിഗർ. I turned from the shivering man to the sarang, whose incalculable eyes remained fixed upon me. We have got to isolate these men. Check on the conductors. There was no sick bay on board, not an inch of available cabin space. Baffled, I looked at the sarang, who undismayed again turned upon me the full force of his eyes. We'll make a shelter on the after deck, Dr. Saab. Very cool there, with plenty of fresh air. അപ്പോൾ ഇവിടെ പറയുന്നത്, ബാക്ക് ഇൻ ദ സർജറി വൺ ഓഫ് ദ ലാസ്കാസ് വാസ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് എ വയലൻറ്റ് റിഗർ. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്യാണ്? നമ്മുടെ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ റൂമിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ജോലിക്കാരൻ്റെ ശരീരം വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ശക്തമായിട്ടൊരു ജോലിക്കാരൻ്റെ ശരീരം, ഈ രോഗം പിടിപ്പെട്ട ഒരു ജോലിക്കാരൻ്റെ ശരീരം വിറക്കാൻ തോന്നിയിട്ടുണ്ട്. ഐ ടേൺ ഫ്രം ദ ഷിവറിംഗ് മാൻ ടു ദ സരാങ്. ഞാൻ ആ വിറക്കുന്ന മനുഷ്യനിൽ നിന്ന് കണ്ണുകളെടുത്ത് സരാങ്ങിലോട്ട് നോക്കി. വൂസ് ഇൻകാൽക്കുലേബിൾ ഐസ് റിമെയിൻ ഫിക്സഡ് അപ്പോൺ മീ. അവൻ്റെ കണ്ണുകൾ, അവൻ്റെ നിർണയാതീതമായ കണ്ണുകൾ എന്ത് ചെയ്യുന്നു? ഹസൻ എൻ്റെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കുന്നു. ഞാൻ ഹസനെ നോക്കിയപ്പോൾ ഹസൻ എൻ്റെ കണ്ണിലോട്ട് നോക്കുന്നു. ഞാൻ ഹസനോട് പറഞ്ഞു, വി ഹാവ് ഗോട്ട് ടു ഐസൊലേറ്റ് ദീസ് മാൻ, ചെക്ക് ഓൺ ദ കോണ്ടാക്ടേഴ്സ്. ഞാൻ ഹസനോട് പറഞ്ഞു, ഹസ, നമുക്ക് എന്ത് ചെയ്യണം? ഈ രോഗമുള്ള ആളുകളെ നമ്മൾ മാറ്റി പാർപ്പിക്കണം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, COVID-19 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ക്വാറൻറ്റൈനിൽ ഇടൂല. അതുപോലെ ഇവരെ മാറ്റണം എന്ന് പറഞ്ഞു, വേറെ എവിടേക്കെങ്കിലും മാറ്റണം.
പക്ഷെ എന്താണ് പ്രശ്നം? ദർ വാസ് നോ സിക്ക് ബേ ഓൺ ബോർഡ്. ആ കപ്പലിൽ രോഗികൾക്കുള്ള റൂം ഉണ്ടായിരുന്നില്ല. നോട്ട് ആൻ ഇഞ്ച് ഓഫ് അവൈലബിൾ ക്യാബിൻ സ്പേസ്. ഒരു ക്യാബിനിലും എന്തുണ്ടായിരുന്നില്ല, സ്പേസുകൾ ഉണ്ടായിരുന്നില്ല. ബാഫിൾഡ് ഞാനാകെ എന്ത് ചെയ്തു, അമ്പരന്ന് പോയി. ഐ ലുക്ക്ഡ് അറ്റ് ദ സെരാങ്. ഞാൻ സെരാങ്ങിനെ നോക്കി. വു അൺഡിസ്മേഡ് അഗെയിൻ ടേൺഡ് അപ്പോൺ മീ ദ ഫുൾ ഫോഴ്സ് ഓഫ് ഹിസ് ഐസ്. സെരാങ് എന്നെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് സെരാങ് എന്നോട് പറഞ്ഞു, വി വിൽ മേക്ക് എ ഷെൽട്ടർ ഓൺ ദ ആഫ്റ്റർ ഡെക്ക്. ആ കപ്പലിൻ്റെ എന്താ പറയുക, ബാക്ക് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷെൽട്ടർ, താൽക്കാലിക ഷെൽട്ടർ ഉണ്ടാക്കാമെന്നുള്ള ഹസൻ എന്നോട് പറഞ്ഞു. വെരി കൂൾ ദർ. അവിടെ വളരെയധികം നല്ല തണുപ്പാണ്. വിത്ത് പ്ലെൻറ്റി ഓഫ് ഫ്രഷ് എയർ. അവിടെ എന്തുണ്ട്, നല്ല ശുദ്ധവായുവൊക്കെ ലഭിക്കുമെന്നുള്ളത് ഹസൻ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പലിൽ ഇങ്ങനെ വസൂരിയൊക്കെ പിടിപെട്ടുകൊണ്ട് ആളുകളെ മാറ്റി ഒഴിഞ്ഞൊരു സ്ഥലത്ത് പാർപ്പിക്കണം, അല്ലാഞ്ഞാൽ എല്ലാവർക്കും പടരും. അതിനുള്ള റൂം നോക്കിയിട്ട് കാണാനില്ല. വേറെ സൗകര്യങ്ങളൊന്നും കപ്പലില്ല. സ്വാഭാവികമായിട്ടും ഹസനാണ് അപ്പോൾ ഡോക്ടറോട് പറഞ്ഞത്, AJ ക്രൗണിനോട് പറഞ്ഞത്, നമുക്ക് കപ്പലിൻ്റെ ബാക്ക് ഭാഗത്ത് എന്ത് ചെയ്യാം, ഒരു ഷെൽട്ടർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അവിടെ നല്ല ശുദ്ധവായൊക്കെ കിട്ടും, നല്ല ഇതിന് പറ്റിയ സ്ഥലമാണെന്നുള്ള എന്ത് ചെയ്തു നമ്മുടെ ഹസൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കണം, ഇവിടെ എന്താണെന്ന് അറിയോ, എത്രമാത്രം ധൈര്യത്തോടും എത്രമാത്രം ശാന്തതയോടും കൂടിയിട്ടാണ് ഡോക്ടർ AJ ക്രൗണിനും അതുപോലെ തന്നെ ഹസനും ഈ രോഗത്തെ മറികടക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അടുത്ത പാരാഗ്രാഫ് നോക്ക് എന്താ പറയുന്നത് എന്നുള്ളത്. ഇൻ ദ സ്റ്റേൺ ഓഫ് ദ ഷിപ്പ്, protected from view by a battery of derricks and donkey engines, he set to work. കപ്പലിൻ്റെ പിൻഭാഗത്ത് എന്ത് ചെയ്തു, അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ എൻജിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്ത് ചെയ്തു, ഹസൻ തൻ്റെ ജോലി തുടങ്ങി. വിത്തിൻ ആൻ ഹവർ, ഒരു മണിക്കൂറിനുള്ളിൽ, ഹാഡ് ഇറക്റ്റഡ്, അദ്ദേഹം ഉയർത്തി, വിത്ത് സൈലൻറ്റ് എഫിഷ്യൻസി എ ലാർജ് ക്യാൻവാസ് ഷെൽട്ടർ, ഒരു വലിയ ഒരു ചണത്തുണി കൊണ്ടുള്ള ഒരു ഷെൽട്ടർ അദ്ദേഹം ഉയർത്തി. മാട്രസസ് ആൻഡ് ഷീറ്റ്സ് വേർ ദെൻ ബ്രോട്ട് അപ്പ്, അങ്ങോട്ട് തലയണകളും അതുപോലെ ഷീറ്റുകളൊക്കെ കൊണ്ടുവന്നു. ആൻഡ് 2 പേഷ്യൻസ് were comfortably installed. ആ 2 രോഗികൾ എന്ത് ചെയ്തു, ആ റൂമിലോട്ട് മാറ്റി. അപ്പോൾ അവിടെ ഹസൻ എന്ത് ചെയ്തു, വളരെ പെട്ടെന്ന് തന്നെ ഹസൻ എന്ത് ചെയ്തു, ആ ഒരു കപ്പലിൻ്റെ ആളൊഴിഞ്ഞ തട്ടിൽ പിറകുവശത്തായിട്ട് അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം ഹസനത് ഒരുക്കാമെന്ന് പറഞ്ഞു. കപ്പലിൻ്റെ പിറകുവശത്തായിട്ട് അയാൾ എന്ത് ചെയ്തു, പണി തുടങ്ങി. ഷീറ്റൊക്കെ വലിച്ചു കെട്ടി. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഹസൻ എന്ത് ചെയ്തു, ഒരു ചെറിയ സ്ഥലം ഉണ്ടാക്കിയെടുത്തു. പായയും ഷീറ്റുകളും കൊണ്ടുവന്നു. 2 രോഗികളും ആശ്വാസത്തോടെ എന്ത് ചെയ്തു, അവിടെ കഴിയാൻ തുടങ്ങി. മാട്രസ് പറഞ്ഞാൽ അതിനുള്ള എന്താ പറയുക, നമ്മുടെ കിടക്ക പോലത്തെ സാധനങ്ങൾ അതൊക്കെ കൊണ്ടുവന്നു. ഏതായാലും ഇപ്പം എന്താ അവസ്ഥ, ഇപ്പം 2 പേഷ്യൻറ്റുകൾ വളരെ കംഫർട്ടായിട്ട് ഹസൻ ഉണ്ടാക്കിയ താൽക്കാലിക ഷെൽട്ടറിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ നോക്കാം അടുത്ത പറയുന്നത്. അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് വാസ് ടു മസ്റ്റർ ദ ക്രൂ ഫോർ എ തറോ മെഡിക്കൽ ഇൻസ്പെക്ഷൻ. One of the stokers who complained of fever and headache showed the prodromal nodules with the beginnings of the typical rash. He was isolated with the other cases. എന്താ സംഭവിച്ചത്, ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറോ ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മെഡിക്കൽ ഇൻസ്പെക്ഷൻ എല്ലാവരും ചെക്ക് ചെയ്യണം. കാരണം രോഗം ആർക്കൊക്കെയാണ് പടർന്നിട്ടുള്ളതെന്ന് അറിയില്ല. ഏതായാലും മൊത്തത്തിൽ ആളുകൾ എന്ത് ചെയ്യണം, ആ ക്രൂവിനെ, ജോലിക്കാരെ ചെക്ക് ചെയ്യണം. ജോലിക്കാർക്കാണല്ലോ ഇത് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ജോലിക്കാർ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് പോസിറ്റീവ് ആയാലും വീട്ടിലുള്ള ആളുകളെ ചെക്ക് ചെയ്യും, അവരോട് ബന്ധപ്പെട്ട ആളുകളെ ചെക്ക് ചെയ്യും. അതുപോലെ കപ്പലിൽ വസൂരി ഉണ്ടായപ്പോൾ ജോലിക്കാർക്കാണ് ഉണ്ടായത്. ആ ജോലിക്കാരെ മുഴുവൻ ചെക്ക് ചെയ്യണമെന്നുള്ളതാണ് ഇവരുടെ അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ വൺ ഓഫ് ദ സ്റ്റോക്കേഴ്സ്, അതിലുള്ള ഒരു ജോലിക്കാരൻ ഹൂ കംപ്ലൈൻറ്റ് ഓഫ് ഫീവർ ആൻഡ് ഹെഡേക്ക്, പനിയും അതുപോലെ തലവേദനയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വന്നപ്പോൾ അവനെ ചെക്ക് ചെയ്തപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും വസൂരിയുടെ ലക്ഷണങ്ങളുണ്ട്. അയാളെയും എന്ത് ചെയ്തു, ആ 2 ആളുകൾ താമസിച്ച ആ റൂമിലോട്ട് അയാളെ ആക്കി. നൗ ഹൂ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് മീ അറ്റൻഡ് ദീസ് മെൻ. അങ്ങനെ ഡോക്ടർ AJ ക്രൗണും ചോദിക്കുകയാണ്, ഈ 3 ആളുകളുണ്ട് ഇപ്പോൾ രോഗികൾ, ഇവരെ ചികിത്സിക്കാൻ എന്നെ ആര് സഹായിക്കും, വേറെ നഴ്സുമാരും ആരുമില്ല.
വേറെ നഴ്സുമാരോ ആരുമില്ല. ഇവരെ ചികിത്സിക്കാൻ ആരെന്നെ സഹായിക്കുമെന്നുള്ള ഡോക്ടർ ചോദിച്ചു. ഹസൻ ഗ്ലാൻസ്ഡ് അറ്റ് മീ ഇൻ സർപ്രൈസ്. വളരെ അത്ഭുതത്തോടു കൂടി ഹസൻ എന്നെ നോക്കി. വൈ നേച്ചുറലി ഇറ്റ് ഈസ് ഐ. എന്തിന് നിങ്ങൾ അത് ചോദിക്കണം? ഞാനല്ലാതെ വേറെ ആര്? ഞാൻ സഹായിക്കുമെന്നുള്ള ആര് പറഞ്ഞു? ഹസൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, യു മസ്റ്റ് ബി കെയർഫുൾ. ഹസൻ, നീ എന്ത് ചെയ്യണം? നീ വളരെയധികം ശ്രദ്ധിക്കണം. ദിസ് ഡിസീസ് ഈസ് മോസ്റ്റ് കണ്ടാജിയസ്. ഇത് വളരെയധികം പകരുന്നൊരു രോഗമാണ്. അപ്പോൾ ഹസൻ പറഞ്ഞു, ഐ ആം നോട്ട് അഫ്രൈഡ് ഡോക്ടർ സാബ്. ഡോക്ടർ സാബ്, ഞാൻ എന്തില്ല, എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താ സംഭവിച്ചത്? ടുഗദർ ഹസൻ ആൻഡ് ഐ സ്പോഞ്ച് ദ പേഷ്യൻസ് വിത്ത് പെർമാഗ്നേറ്റ് സൊല്യൂഷൻ അഡ്മിനിസ്ട്രേഡ് ടു ഈച്ച് man a strong antipyretic hung sheet soaked in disinfectant round the shelter and set up within this little secret area a cooking stove where liquids could be heated and simple meals prepared. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ അവരുണ്ടാക്കിയ ഷെൽട്ടറൊക്കെ നമുക്ക് കാണാം കപ്പലിൻ്റെ പിൻഭാഗത്തായിട്ട് കേട്ടോ. ഏതായാലും ഇവർ ഹസനാണ് ഇപ്പോൾ ഇവരൊക്കെ നമ്മളെ ഡോക്ടറെ സഹായിക്കുന്നത്. അതുപോലെ ഹസനും ഡോക്ടറും കൂടി എന്ത് ചെയ്തു? ആ സ്പോഞ്ച് എന്താ പറയുക, അണു നശീകരണത്തിനുള്ള ലായനിയുണ്ട്. ആ ലായനിയിൽ സ്പോഞ്ചൊക്കെ മുക്കിയിട്ട് ഈ രോഗികളെ തുടക്കാൻ വേണ്ടി തുടങ്ങി. അവർക്ക് ഗുളികളൊക്കെ കൊടുത്തു. അതുപോലെ ഇവരുടെ കാറ്റടിച്ചിട്ട് ഇവിടുന്ന് അണുക്കൾ വായിലൂടെ പോകാതിരിക്കാൻ വേണ്ടി ഷീറ്റുകളൊക്കെ തൂക്കി. ഒക്കെ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റുകൾ തൂക്കി. അതുപോലെ ഒരു കുക്കിംഗ് സ്റ്റവ് ഇവിടെ ഏർപ്പാടാക്കി. അതിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളം ചൂടാക്കുക. അതുപോലെ ചെറിയ മീലുകളൊക്കെ എന്താ പറയുക, ഭക്ഷണങ്ങളൊക്കെ ലഘു ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ആ തോതിൽ അവർ ഫുൾ സെറ്റപ്പ് ആക്കി. കാരണം അവരുടെ ഭക്ഷണം കപ്പലിൻ്റെ മെയിൻ അടുക്കളയിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കില്ല. എന്ത് ചെയ്യും, രോഗാകെ പടർന്നു പോകും. ആ രൂപത്തിലാണ് അത് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത എന്താ സംഭവിച്ചത് നോക്കാം. നെക്സ്റ്റ് മോർണിംഗ് however brought fresh cause for concern. I found 3 new cases among the deckhands. The men already segregated were much worse, and that same afternoon 4 more of the crew sickened. We now had 10 cases in our makeshift lazaretto. It was a situation to test the strongest nerves, but the Serang, calm and unperturbed, gave me fresh heart. In tending the patients, he was indefatigable. അപ്പോൾ എന്താ സംഭവിച്ചത് വെച്ചാൽ, നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, however brought fresh cause for concern, പുതിയ ആശങ്കകൾ വരാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ I found 3 new cases among the deckhands. 3 ആളുകൾക്കും കൂടി പുതിയ രോഗങ്ങൾ ഞാൻ കണ്ടെത്തി. The men already segregated were much worse. ഇതിനോടകം തന്നെ ഞങ്ങൾ ആ താൽക്കാലിക ഷെൽട്ടറിലാക്കിയ ആളുകളുടെ അവസ്ഥ എന്താണ്, വളരെയധികം മോശമാണ്. ആൻഡ് ദാറ്റ് സെയിം ആഫ്റ്റർനൂൺ, അന്ന് വൈകുന്നേരം തന്നെ 4 more of the crew sickened, 4 ജോലിക്കാർക്ക് കൂടി രോഗമായി. വി നൗ ഹാഡ് 10 cases in our makeshift lazaretto എന്ന് പറഞ്ഞാൽ രോഗികളെ കൊടുത്തുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ 10 രോഗികളായി. ഇറ്റ് വാസ് എ സിറ്റുവേഷൻ ടു ടെസ്റ്റ് ദ സ്ട്രോങ്ങസ്റ്റ് നെർവേഴ്സ്. ഭയങ്കരതയും പ്രയാസമുള്ളൊരവസ്ഥയായിരുന്നു അത്. ബട്ട് ദ സെരാങ്, പക്ഷേ എന്നെ സഹായിക്കുന്ന സെരാങ് ഉണ്ടല്ലോ, നമ്മുടെ ഹസൻ, കാം, അദ്ദേഹം വളരെ ശാന്തനായിരുന്നു. അൺപെർട്ടർബ്ഡ്, അദ്ദേഹം എന്താ പറയുക, വളരെയധികം പ്രയാസമൊന്നുമില്ലാതെ ക്ഷീണിക്കാത്ത രൂപത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. ഗേവ് മീ ഫ്രഷ് ഹാർട്ട്, അദ്ദേഹം എനിക്ക് ഒരു എന്താ പറയുക, നല്ല രീതിയിലൊരു പ്രചോദനം തന്നു. ഇൻ ടെൻഡിങ് ദ പേഷ്യൻസ് ഹി വാസ് ഇൻഡിഫാറ്റിജബിൾ, അദ്ദേഹം ക്ഷീണമില്ലാത്ത രൂപത്തിൽ, ടെൻഡിങ് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കുക, രോഗികളെ ക്ഷീണമില്ലാതെ അദ്ദേഹം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വസൂരി പറഞ്ഞ രോഗമൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ ആ രോഗികളെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ആ ഹസൻ അല്ലെങ്കിൽ നമ്മുടെ സെരാങ് എന്ത് ചെയ്യുന്നത്, ഡോക്ടർ AJ ക്രൗണിനെ സഹായിക്കുന്നത്. വളരെ ധൈര്യത്തോടു കൂടി, വളരെ ശാന്തതയോടു കൂടിയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കപ്പലിൽ വേറെ ആയിരക്കണക്കിന് ആളുകളുണ്ട്, 1500ഓളം ആളുകളുണ്ട്. അവരൊന്നും ഈ കാര്യം അറിയുന്നു പോലുമില്ല. വളരെ ശാന്തമായിട്ട്, അതിലേറെ ധൈര്യത്തോടു കൂടിയിട്ട് ഹസനും അതുപോലെ നമ്മുടെ ഡോക്ടറും കൂടി ഈ വലിയ ദുരന്തത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഡോക്ടർ പറയാണ്, ബി കെയർഫുൾ ഓഫ് യുവർ സെൽഫ്. ഐ ഹാഡ് ടു ബെഗ് ഹിം ഡോണ്ട് ഗോ ക്വൈറ്റ് സോ ക്ലോസ്. ഞാൻ അസനോട് പറയണം, അസ നീ ശ്രദ്ധിക്കണം, നീ എന്ത് ചെയ്യരുത്, രോഗികളുടെ അടുത്തോട്ട് വളരെ അടുത്തോട്ട് പോകരുത് എന്നാണ് പറഞ്ഞത്. നൗ ഹി ഷോഡ് എ സ്ട്രോങ് ട്രീത്ത് ഇൻ എ സഡൻ ഫ്ലീറ്റിംഗ് സ്മൈൽ. ആർ യു കെയർഫുൾ ഓഫ് യുവർ സെൽഫ് ഡോക്ടർ സാബ്? അങ്ങനെ ഞാൻ അസനോട് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ അസൻ ചിരിച്ചിട്ട് എന്നോട് ചോദിക്കും, അല്ല ഡോക്ടർ നിങ്ങൾ കെയർഫുൾ അല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഡീഡ് ഐ ആം, ദിസ് ഈസ് മൈ വർക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെൻ്റെ ഡ്യൂട്ടി അല്ലേ, ഞാൻ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. ഡോണ്ട് വറി ഡോക്ടർ സാബ്, ഐ ആം സ്ട്രോങ് ആൻഡ് ഇറ്റ് ഈസ് മൈ വർക്ക് ടു. അപ്പോൾ അസം പറയാണ്, നമ്മുടെ സരാങ് പറയാണ്, ഇത് എൻ്റെ ജോലിയും കൂടിയാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ എത്രമാത്രം ധൈര്യമാണ് അസൻ അല്ലെങ്കിൽ സരാങ് നമ്മുടെ ഡോക്ടർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. I was so weighed down by responsibility that I had slight concern for myself. Although we were moving full steam at Colombo, the nearest port of call was still 8 days away. അങ്ങനെ ഡോക്ടർ പറയുന്നത്, ഐ വാസ് സോ വെയ്ഡ് ഡൗൺ ബൈ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ഐ ഹാഡ് സ്ലൈറ്റ് കൺസേൺ ഫോർ മൈസെൽഫ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തം കാരണം ഞാൻ ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ എ.ജെ. ക്രോണിൻ പറയാണ്, although we were moving full steam at Colombo. ഞങ്ങൾ ഇനി അടുത്ത പോർട്ട് എന്ന് പറയുന്നത് കൊളംബോയിലോട്ടാണ്. കപ്പലിൻ്റെ മാക്സിമം സ്പീഡിൽ കൊളംബോട്ട് പോകും. പക്ഷെ എന്താ പ്രശ്നം, സ്റ്റിൽ 8 days, ഇനിയും 8 ദിവസം യാത്ര ചെയ്യണം. എന്നാലേ അടുത്ത തുറമുഖത്ത് എത്താൻ പറ്റുള്ളൂ. അവിടെ എത്തിയിട്ട് വേണം ഈ രോഗികളെ ഇറക്കാൻ. ഓക്കെ, ഞങ്ങളുടെ യാത്ര കൽക്കത്തയിലോട്ടാണെങ്കിലും കൊളംബോയിൽ ഒരു തുറമുഖത്ത് എത്തിയിട്ട് വേണ്ടേ രോഗികളെ വളരെ പെട്ടെന്ന് ഇറക്കണം, എന്നാലേ ഒരു ആശ്വാസമാവുള്ളൂ. In the course of the next 48 hours, 4 more stokers went to join the others on the after deck. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തന്നെ 4 ആളുകളും കൂടി എന്ത് ചെയ്തു, രോഗികളുടെ എണ്ണത്തിൽ കൂടി. അപ്പോൾ എത്രയായി മൊത്തത്തിൽ? എ ടോട്ടൽ ഓഫ് 14 now. ഇപ്പം എത്രയുണ്ട്? 14 ആളുകൾക്ക് രോഗം പിടിപെട്ടു. ആൻഡ് വൺ ഓഫ് ദ ഏർലിയർ വിക്ടിംസ് ഹാഡ് ലാപ്സ്ഡ് ഇൻ ടു എ കോമ. ആദ്യത്തെ ഒരു രോഗി എന്ത് ചെയ്തു, കോമ സ്റ്റേജിലോട്ട് വീണു, ബോധരഹിതനായി. സീംഡ് ലൈക്ക് ടു ഡൈ അറ്റ് എനി അവർ, ഏത് നിമിഷവും മരിക്കുമെന്നുള്ള രൂപത്തിലായി. അണ്ടർ ദിസ് ആഡഡ് ലോഡ് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചില്ല? ഡോക്ടർ എ.ജെ. ക്രൗണിൻ പറയാണ്, എനിക്ക് ഉറങ്ങാൻ പോലും സാധിച്ചില്ല. കാരണം ഒരു രോഗി കോമ സ്റ്റേജിലോട്ട് പോയി, ഏത് നിമിഷവും മരിക്കുമെന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഇവരുടെ യാത്ര ഇവർ തുടങ്ങി. കുറച്ച് കഴിഞ്ഞേക്ക് വസൂരി പിടിപ്പെടുന്നു. ആ വിവരം ക്യാപ്റ്റനെ അറിയിക്കുന്നു. ക്യാപ്റ്റൻ പറയുന്നു ഡോക്ടർ എ.ജെ. ക്രൗണിനോട്, നിങ്ങളാണ് ഡോക്ടർ, നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അങ്ങനെ കപ്പലിൻ്റെ കപ്പിത്താൻ സരാങ്, അയാളുടെ പേര് അസൻ എന്നാണ്, അയാളുടെ സഹായത്തിന് കൂടുന്നു. അസനും ഡോക്ടർ എ.ജെ. ക്രൗണിനും കൂടി ഈ വലിയ ദുരന്തത്തെ നേരിടുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതുവരെ നമ്മൾ സംസാരിച്ചത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു രണ്ടോ മൂന്നോ പാരാഗ്രാഫ് കൂടി എടുക്കാം. ഓക്കെ. ആൻഡ് ദർ where I knew I should find him, watchful and mute under the stars, was the Sarang. How shall I describe the solace which flowed towards me from him as he stood there in meditation, with his long arms folded on his bare chest, motionless as a statue? When a sick man groaned faintly, he would step forward without sound to succor him, and then returning, he would fold his arms while the ship surged slowly forward. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? അങ്ങനെ നമ്മുടെ എ.ജെ. ക്രൗണിന് ഇനി അസനെ കുറിച്ച് പറയാണ്, അല്ലെങ്കിൽ നമ്മുടെ സരാങ്ങിനെ കുറിച്ച് പറയാണ്. എന്താണ്? ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ വാച്ച് ചെയ്തു. ഞാൻ അദ്ദേഹത്തെ വാച്ച് ചെയ്ത സമയത്ത് അദ്ദേഹത്തെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എ.ജെ. ക്രൗണിൻ പറയാണ്, ആ രാത്രിയിൽ നക്ഷത്രം കൂടെ താഴെയായിട്ട് നമ്മുടെ സരാങ്ങുണ്ട്. സരാങ് ആ രോഗികളെ നോക്കിയതിനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ എ.ജെ. ക്രൗണിൻ പറയാണ്, ഹൗ ഷാൾ ഐ ഡിസ്ക്രൈബ് ദ സൊലാസ്. സൊലാസ് ആണ് സാന്ത്വനം, വിച്ച് ഫ്ലോഡ് ടുവാർഡ്സ് മീ ഫ്രം ഹിം ആസ് ഹി സ്റ്റുഡ് ദർ ഇൻ മെഡിറ്റേഷൻ. എത്രമാത്രം സാന്ത്വനമാണ്
ഈ സെരാങ് എനിക്ക് തരുന്നത് എന്നുള്ളത് എനിക്ക് എങ്ങനെ വിവരിക്കാൻ സാധിക്കുമെന്നാണ് ആര് പറയുന്നത്? ഡോക്ടർ എ ജെ ക്രൗൺ പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എ ജെ ക്രൗണിന് വല്ലാത്ത ഒരു സഹായമാണ് ആര് ചെയ്യുന്നത്? സെരാങ് എന്ന് പറയുന്ന ആ നല്ല മനസ്സിൻ്റെ ഉടമ ചെയ്യുന്നത്. അദ്ദേഹം കാണാൻ വിരൂപനാണ്, പക്ഷെ അദ്ദേഹത്തിന് സുന്ദരമായൊരു മനസ്സുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, വിത്ത് ഈസ് ലോങ് ആംസ് ഫോൾഡ് ഓൺ ഈസ് ബെയർ ചെസ്റ്റ്, തൻ്റെ നഗ്നമായ മാറിടത്തിൽ തൻ്റെ കൈകൾ എന്ത് ചെയ്യുന്നുണ്ട്? മടക്കി വെച്ചിട്ടുണ്ട്. മോഷൻലെസ് ആസ് എ സ്റ്റാറ്റു, ഒരു പ്രതിമയെപ്പോലെ അനങ്ങാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? രോഗികൾക്ക് കാവൽ നിൽക്കുന്നു. അദ്ദേഹത്തെ നോക്കിയിട്ട് ഡോക്ടർ എ ജെ ക്രൗൺ പറയുകയാണ്, ഈ മനുഷ്യനിൽ നിന്ന് എത്രമാത്രം സാന്ത്വനമാണ് എനിക്ക് ലഭിക്കുന്നത്. വെൻ എ സിക്ക് മാൻ ഗ്രോൺ ഫെയിൻ്റ്ലി, ഏതെങ്കിലും ഒരു രോഗി ഒന്ന് മുരളിയാൽ ഹി വുഡ് സ്റ്റെപ്പ് ഫോർവേഡ്, അസൻ വളരെ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. വിത്തൗട്ട് സൗണ്ട്, ഒരു സൗണ്ട് ഉണ്ടാക്കാതെ, ടു സെക്യൂർ ഹിം, അയാളെ സഹായിക്കാൻ വേണ്ടി. ആൻഡ് ദെൻ റിട്ടേണിങ്, എന്നിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അസൻ തിരിച്ചു വരും. ഹി വുഡ് ഫോൾഡ് ഈസ് ആംസ്, തൻ്റെ കൈകൾ നേരത്തെ പോലെ വീണ്ടും കെട്ടും. വൈൽ ദ ഷിപ്പ് സെർച്ച് സ്ലോലി ഫോർവേഡ്, ഷിപ്പ് പതുക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്നത് ഡോക്ടർ എ ജെ ക്രൗണും പറയുകയാണ്, ഈ അസന് ഒരുപാട് സാന്ത്വനമാണ് എനിക്ക് നൽകുന്നത്. അതുപോലെ തന്നെ രോഗികൾക്ക് നട്ടപ്പാതിരാക്ക് വരെ രോഗികൾക്ക് വേണ്ടി അദ്ദേഹം കാവലിരിക്കുകയാണ് ചെയ്യുന്നത്. രോഗികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ അസൻ പോവുകയും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്ത് അദ്ദേഹം തിരിച്ചു വന്ന് വീണ്ടും കൈകൾ കെട്ടി രോഗികൾക്ക് വേണ്ടി കാവൽ എന്നുള്ളതാണ് ആര് പറയുന്നത്? നമ്മുടെ ഡോക്ടർ എ ജെ ക്രൗൺ പറയുന്നത്. ഇനി അസനെ കുറിച്ചാണ് പറയുന്നത്. അസൻ എന്താണ് ഏതാണെന്നുള്ളത് ഒരു ചെറിയ ഐഡിയ നമുക്ക് ഉണ്ടാക്കി തരാണ്. അസൻ ഹാഡ് നോ ഫോൺനെസ് ഫോർ സ്പീച്ച്, അസന് സംസാരിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ബട്ട് ഡെസ്പൈറ്റ് ദ സൈലൻസസ് ഓഫ് അവർ ലോങ് നൈറ്റ് വിജിൽസ് ഐ ഗാതേർഡ് സം ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഹിസ് ഹിസ്റ്ററി. പക്ഷേ അസന് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ എന്ത് ചെയ്തു? അസനെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ ഞാൻ കുറച്ച് ചികഞ്ഞെടുത്തു. ഹി വാസ് ഫ്രം ദ പഞ്ചാബ്, അസൻ പഞ്ചാബിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. വെൻസ് ഹിസ് പാരൻസ് ആഡ് വാൻഡേഡ് ടു സൗത്ത് ഇന്ത്യ, അവിടെ നിന്നും അസൻ്റെ രക്ഷിതാക്കൾ എന്ത് ചെയ്തതാണ്? സൗത്ത് ഇന്ത്യയിലോട്ട് പാലായനം ചെയ്ത ആളുകളാണ്. ദർ ലൈക്ക് സോ മെനി ഇൻ ദ കോസ്റ്റൽ ഏരിയ, തീരപ്രദേശത്തുള്ള എല്ലാവരെയും പോലെ തന്നെ ഈ ഹാഡ് ടേക്കൺ ടു എ സീ ഫെയറിംഗ് ലൈഫ്, അദ്ദേഹം ഒരു കടൽ യാത്ര തിരഞ്ഞെടുത്തു. ഫോർ നിയർലി 40 years, ഏകദേശം 40 വർഷക്കാലം ഈ ഹാഡ് ഗിവൺ ഹിംസെൽഫ് ടു ദ ഓഷ്യൻസ് ഓഫ് ദ വേൾഡ്. 40 വർഷത്തോളം അസൻ കടലിലാണ് ജോലി ചെയ്തത്. ആൻഡ് 15 ഓഫ് ദീസ് ഇയേഴ്സ് ഹാഡ് ബീൻ സ്പെൻഡ് ഇൻ ദ രണഗാഞ്ചി, 15 വർഷമായി അസൻ ഈ കപ്പൽ, രണഗാഞ്ചി എന്ന് പറഞ്ഞ കപ്പൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇൻഡീഡ്, തീർച്ചയായിട്ടും ഈ ഹാഡ് നോ പ്ലേസ് ഓൺ ഷോർ, തീരത്ത് അദ്ദേഹത്തിന് ഒരു തരി സ്ഥലം പോലുമില്ല. നെയ്തർ ഫാമിലി, അദ്ദേഹത്തിന് കുടുംബമില്ല. നോർ ഫ്രണ്ട്സ്, അദ്ദേഹത്തിന് സുഹൃത്തുക്കളില്ല. ഇൻ ദ ഗ്രേറ്റ് ലാൻഡ് മാസ് ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്ത് അദ്ദേഹത്തിന് കുടുംബക്കാരോ സുഹൃത്തുക്കളോ ഒന്നുമില്ല. എ ഹാഡ് നെവർ മാരീഡ്, അസൻ എന്ത് ചെയ്തിട്ടില്ല? അസൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അസനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടണം. അസന് പഞ്ചാബ് ഉള്ളതാണ്, അവിടെ നിന്ന് സൗത്ത് ഇന്ത്യയിലോട്ട് പാരൻസ് വന്നു. അങ്ങനെ തീരപ്രദേശത്ത് വന്നപ്പോൾ എല്ലാവരെയും പോലെ തന്നെ കടൽ ജീവിതം തിരഞ്ഞെടുത്തു. 40 വർഷമായിട്ട് പല കപ്പലുകളൊക്കെ ആയിട്ടാണ് അസൻ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഈ രണഗാഞ്ചി എന്ന കപ്പൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അസൻ ഒരു തരി ഭൂമിയോ സുഹൃത്തുക്കളോ കുടുംബമോ ഒന്നും എന്തില്ല, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തില്ല. അദ്ദേഹം കല്യാണം എന്ത് ചെയ്തിട്ടില്ല, കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി ലാസ്റ്റ് ഒരു പാരാഗ്രാഫ്, ആ പാരാഗ്രാഫ് എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ബൈ റിലീജിയൻ ഹി വാസ് എ മുസ്ലിം, മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ അസം ഒരു മുസ്ലിമാണ്. ഓൾ ഹിസ് ലൈഫ് ഹി ഹാഡ് അക്വേർഡ് നത്തിങ്, തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒന്നും തന്നെ നേടിയിട്ടില്ല. നെയ്തർ പ്രോപ്പർട്ടി നോർ മണി, ഒരു സ്വത്തോ പണമോ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഹിസ് ഫ്യൂ പൊസഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ഷിപ്പ്സ് ചെസ്റ്റ് മൈറ്റ് ബി വർത്ത് എ ഫ്യൂ റുപ്പീസ്, അദ്ദേഹത്തിൻ്റെ ആകെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് രൂപ മാത്രമാണ്. അത് അദ്ദേഹം കപ്പലിങ്ങനെ ഒരു പെട്ടിയിൽ ഏത് സമയത്തും സൂക്ഷിക്കും. ദ തോട്ട് ഹേർട്ട് മീ, അസനെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ വല്ലാത്ത ദുഃഖമായി. ആൻഡ് ഇൻ ആൻ ആക്സസ് ഓഫ് മിസ്റ്റേക്കൺ സിമ്പതി, ഒരു സഹതാപം തോന്നിയപ്പോൾ ഐ എക്സ്ക്ലെയിമഡ്, ഞാൻ അസനോട് പറഞ്ഞു, അസൻ യു ആർ ഡൂയിങ് സോ മച്ച് ഇൻ ദിസ് എമർജൻസി, ഈ അടിയന്തരാവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. ദ കമ്പനി മസ്റ്റ് ഗിവ് എക്സ്ട്രാ പേ, ഈ കപ്പലിൻ്റെ ഓണർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കമ്പനി, ഈ കപ്പലിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ തരും, കാരണം നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ടല്ലേ വസൂരി നേരിട്ട സമയത്ത് എന്ന് പറഞ്ഞു.
ഹീസ് ഫോർഹെഡ് ഗ്രീസ്ഡ് പെർപ്ലക്സ്ഡ്ലി. അദ്ദേഹം എന്ത് ചെയ്തു? തന്നെ നെറ്റി ചുളിച്ചു. പണം എന്ന് പറഞ്ഞപ്പോൾ ഹസൻ എന്ത് ചെയ്തു? നെറ്റി ചുളിച്ചു. ഹി വാസ് സൈലൻറ്റ് ഫോർ എ ലോങ് മൊമെൻറ്റ്. ഒരുപാട് നേരം അയാൾ സൈലൻ്റായി, നിശബ്ദത പാലിച്ചു. എന്നിട്ട് പറഞ്ഞു, ദെൻ ഹി ആൻസേർഡ്. എന്നിട്ട് ഹസൻ മറുപടി പറഞ്ഞു, വാട്ട് യൂസ് ഈസ് മണി ഡോക്ടർ സാബ്. എനിക്കെന്തിനാണ് പണം ഡോക്ടർ സാബ്. ടു വൺ ഹു ഹാസ് ഓൾ ഹി നീഡ്സ്. ഒരാൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്, പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന് പണം. ഐ ആം വെൽ ഇനഫ് ദ വേ ഐ ആം. ഞാനിപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതിന് വളരെയധികം സന്തുഷ്ടനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹസനോട് ഡോക്ടർ പറഞ്ഞാണ്, നീ ഈ വസൂരി സമയത്തൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് രണഗാഞ്ചി എന്ന് പറയുന്ന കപ്പലിൻ്റെ കമ്പനി അത് നിനക്ക് കൂടുതൽ പണമൊക്കെ തരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹസന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പണത്തിന് വേണ്ടിയിട്ടല്ല ഹസൻ ഇതൊന്നും ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഹസനെ കുറിച്ചാണ് ജോ സ്മിത്ത് എന്ന് പറയുന്ന പെണ്ണ് കളിയാക്കി പറഞ്ഞ ഇതുപോലത്തെ വിരൂപനായ ഒരു ജീവിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ഹസൻ്റെ പുറമെ വിരൂപനാണെങ്കിലും അദ്ദേഹത്തിന് സുന്ദരമായ നല്ലൊരു മനസ്സുണ്ട് എന്നുള്ളൊരു സത്യമാണ് ഇതിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഏതായാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കപ്പലിൽ ഹസനും അതുപോലെ നമ്മുടെ ഡോക്ടറും വളരെ പാടുപെട്ടുകൊണ്ടാണ് ഈ രോഗം എന്ത് ചെയ്യുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർ ഷെൽട്ടർ ഉണ്ടാക്കി രോഗികളിലോട്ട് മാറ്റി. ഇപ്പോൾ 14 രോഗികളുണ്ട്. ഒരു രോഗി കോമ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസനെ കുറിച്ച് പറഞ്ഞു. ഹസൻ പഞ്ചാബിലുള്ളതാണ്. അതുപോലെ പാരൻസ് സൗത്ത് ഇന്ത്യയിലെ കോസ്റ്റൽ ഏരിയയിലോട്ട് വന്നതാണ്. അവിടെ അദ്ദേഹം കടൽ ജീവിതം തിരഞ്ഞെടുത്തു. 40 വർഷമായിട്ട് കപ്പലിലൊക്കെയാണ് ജോലി. 15 വർഷമായിട്ട് രണഗാഞ്ചിയിൽ ജോലിയുണ്ട്. അതുപോലെ അദ്ദേഹം ഒരു മുസ്ലിമാണ്. അദ്ദേഹത്തിന് പണത്തിനോട് ഒരു ആർത്തിയുമില്ല. പണം കൂടുതൽ തനിക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെയാണ് ഹസനെ കുറിച്ചുള്ളത്. ഏതായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയും ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, എന്നോട് ചോദിച്ചിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.